ഹലോ ഗൈസ്, വെൽക്കം ടു മാർക്കറ്റ് അനാലിസിസ് വീഡിയോ. ഇന്നത്തെ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഇന്നലത്തെ അതേ ഒരു പാറ്റേൺ തന്നെയാണ് ഇന്നും മാർക്കറ്റിൽ ക്രിയേറ്റ് ആയിട്ടുള്ളത്. ഡിഫറൻസ് എന്ന് വെച്ചാൽ ഇന്ന് ലാസ്റ്റ് അവറിൽ ഒരു സെല്ലിംഗ് നടന്നു. ഇന്നലെ അങ്ങനെ ഒരു സെല്ലിംഗ് ലാസ്റ്റ് അവറിൽ ഉണ്ടായിരുന്നില്ല. അതുപോലെ ഇന്നലെ ഓപ്പൺ ചെയ്തത് ഗ്യാപ്പ് അപ്പിലാണ്, ഇന്ന് ഗ്യാപ്പ് ഡൗണിലാണ്, ചെറിയൊരു ഗ്യാപ്പ് ഡൗണിലാണ് ഇന്ന് ഓപ്പൺ ചെയ്തത്. ഈ ഡിഫറൻസ് മാത്രമേ ഇന്നത്തെയും ഇന്നലത്തെ മാർക്കറ്റും തമ്മിൽ ഉണ്ടായിരുന്നുള്ളൂ. പ്രത്യേകിച്ചും ഇന്ന് ഒരു നല്ലൊരു സ്പൈക്ക് ഉണ്ടാക്കിയിട്ട് നിഫ്റ്റി 26,000 എന്ന സൈക്കോളജിക്കൽ ലെവൽ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അവിടെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല. ജസ്റ്റ് ഒന്നും അത് ഇപ്പോഴത്തെ ഒരു പ്രധാനപ്പെട്ട കാരണം, ഇപ്പോൾ പല ദിവസങ്ങളും എക്സ്പയറി, ഇന്ന് ഫിൻ നിഫ്റ്റിയുടെ എക്സ്പയറിയാണ്, നാളെ ബാങ്ക് നിഫ്റ്റിയാണ്, മറ്റന്നാൾ നിഫ്റ്റിയാണ്. അങ്ങനെ ഓരോ ദിവസവും എക്സ്പയറി ഡേ വരുന്നതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ദിവസങ്ങളിൽ ഇപ്പോൾ സ്പേക്ക് കാണാറുണ്ട്. ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാരുടെ സ്റ്റോപ്പ് ലോസുകളാണ് ഇങ്ങനെ ഒരു സ്പേക്കിലൂടെ മാർക്കറ്റ് അടിച്ച് അവർക്കൊക്കെ ലോസ് ഉണ്ടാക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം. അതുകൊണ്ട് തന്നെ എക്സ്പയറി ഡേയിൽ ട്രേഡ് ചെയ്യുന്നവർ വളരെയധികം ശ്രദ്ധിക്കുക. കാരണം അധികം ആൾക്കാർ ചെറിയൊരു സ്റ്റോപ്പ് ലോസ് ഒക്കെ വെച്ച് ട്രേഡ് ചെയ്യുന്നവരുടെ ഇങ്ങനെ ഒരു സ്പേക്ക് വരുമ്പോൾ തന്നെ അവരുടെ സ്റ്റോപ്പ് ലോസ് ഒക്കെ അടിച്ചു പോകാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. സെബി ഓൾറെഡി പറഞ്ഞു 93% ആൾക്കാർ ലോസ് ആണെന്ന്. സോറി. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള സ്പേക്കുകളൊക്കെ വരുമ്പോഴാണ് അധികം ഒരു ലോസ്, വലിയ നഷ്ടങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുള്ളത്. എനിവേ നമുക്ക് ഇന്നത്തെ മാർക്കറ്റ് ചാർട്ട് വഴി നോക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് നാളത്തെ മാർക്കറ്റിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കാനുള്ളത്. വെൽക്കം ടു മാർക്കറ്റ് അനാലിസിസ് വീഡിയോ. ഓക്കെ, ഇന്നത്തെ മാർക്കറ്റ് ഫസ്റ്റ് നോക്കുകയാണെങ്കിൽ ആദ്യത്തെ കാര്യം, നിഫ്റ്റിയിലെ ഡെയിലി ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ ഒരു ഷൂട്ടിംഗ് സ്റ്റാർ ക്യാൻഡിലാണ്. അതായത് ഒരു സ്മോൾ ബോഡിയും അപ്പർ സൈഡ് നല്ലൊരു വിക്കൊക്കെ തന്നിട്ടുള്ള ഒരു റിവേഴ്സൽ ആയിട്ടുള്ള ഒരു ക്യാൻഡിലാണ് ഈ ഒരു ഇന്നത്തെ ക്യാൻഡിൽ ക്രിയേറ്റ് ആയിട്ടുള്ളത്. ഓൾമോസ്റ്റ് നമുക്ക് അപ്പർ ലെവലിൽ നോക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു പോയിന്റ് 26,000 തന്നെയാണ്. അത് ഇന്ന് ജസ്റ്റ് ഒന്ന് അത് കടന്നിട്ട് ഒരു സ്പൈക്ക് മാത്രം ഉണ്ടാക്കിയിട്ട് 10 റിവേഴ്സ് ആയിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ ഇന്നൊരു റെഡ് ക്യാൻഡിലാണ് ഡെയിലിയിൽ ക്രിയേറ്റ്. കഴിഞ്ഞ ഒരു 4 ട്രേഡിംഗ് ഡേക്ക് ശേഷമാണ് ഇന്ന് ബാങ്ക് നിഫ്റ്റിയിൽ ഒരു റെഡ് ക്യാൻഡിൽ ഉണ്ടാകുന്നത്. അതുപോലെ ഫിൻ നിഫ്റ്റിയിലും ഇന്നൊരു റെഡ് ക്യാൻഡിൽ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇതാണ് ഡെയിലി ക്യാൻഡിൽ നമുക്ക് നോക്കാനുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഇനി നമുക്ക് 50 മിനിറ്റ് ചാർട്ട് വഴി എന്തൊക്കെ ലെവൽസുകളാണ് നമുക്ക് അടുത്ത ട്രേഡിലേക്ക് നോക്കാനുള്ളത് നോക്കാം. ഫസ്റ്റ് ഞാൻ പറഞ്ഞില്ല, ഈ ഒരു പാറ്റേൺ നമുക്ക് നിഫ്റ്റിയിൽ കഴിഞ്ഞ 2 ദിവസത്തെ ചാർട്ട് നോക്കുകയാണെങ്കിൽ, ഇവിടെ ഞാൻ വെച്ചിട്ടുള്ളത് 5 മിനിറ്റ് ക്യാൻഡിലാണ്. ഇതൊരു ഓക്കെ, ഇത് ഇന്നത്തെ നമ്മൾ പാറ്റേൺ നോക്കുകയാണെങ്കിൽ, മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ഇവിടെയാണ് ബൈയിങ് തന്നു, അവിടെ നിന്നൊരു സെല്ലിംഗ് ഉണ്ടായി, പിന്നെ സെല്ലിങ്ങിന് ശേഷം നല്ലൊരു ബൈയിങ്ങിലേക്ക് പോയിട്ടാണ് മാർക്കറ്റ് ഇന്നലെ ക്ലോസ് ആയത്. ഇന്ന് നോക്കുകയാണെങ്കിൽ ബൈയിങ് തന്നു, അതേപോലെ ഒരു സെല്ലിംഗ് തന്നു, മാർക്കറ്റ് ഹൈയിലേക്ക് പോയി. ഇവിടെ നിന്ന് ലാസ്റ്റ് ടൈം ഒരു റിവേഴ്സൽ, ഇത് ഇന്നലെ ഉണ്ടായിരുന്നില്ല, ഇന്ന് ഇങ്ങനെ ഒരു പാറ്റേൺ വന്നിട്ടാണ് മാർക്കറ്റ് ക്ലോസ് ആയിട്ടുള്ളത്. ഇന്നലെ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഗ്യാപ്പ് അപ്പിലാണ് ഇവിടെ ഓപ്പൺ ആയത്, ഇന്നാണെങ്കിൽ ഗ്യാപ്പ് ഡൗൺ ആണ്. ഈ ഒരു 2 വ്യത്യാസം മാത്രമേ ഇന്നത്തെയും ഇന്നലത്തെയും മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. നമുക്ക് ഫസ്റ്റ് ഇവിടെ ഒരു ചാനൽ ഉണ്ട്, കാരണം 2 ദിവസം ഒരേ സ്ഥലത്ത് തന്നെ മാർക്കറ്റ് സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ചാനൽ വരക്കാൻ പറ്റും. ഓക്കെ, ഫസ്റ്റ് ഇങ്ങനെ വരക്കുക, എന്നിട്ട് മുകളിലൊരു ഓക്കെ, ഇങ്ങനെ ഒരു പാറ്റേൺ നമുക്കിപ്പോ നിഫ്റ്റിയിൽ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഫോർ എക്സാമ്പിൾ മാർക്കറ്റ് നാളെ ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ ഈ ഒരു സിംഗിൾ ലോ, അതായത് ഇന്നത്തെ ഡേ ലോ അല്ല, ഡേ ലോ കുറച്ചും കൂടി ഓപ്പണിംഗിൽ ഒരു സ്പൈക്ക് ഉണ്ടായിരുന്നു. ഇന്നൊരു ബൈയിങ് സൈഡ് മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്ത ഒരു പോയിന്റ് ഉണ്ട്, അത് 25,900 എന്ന ഒരു ലെവലും കൂടിയാണ്. മാർക്കറ്റ് നാളെ ഓപ്പൺ ചെയ്തിട്ട് ഈ ഒരു ലെവല് വന്നിട്ട് ഇവിടെ ഈ ഒരു ബ്രേക്ക് ഔട്ട് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഡൗൺ സൈഡ് നോക്കാൻ പറ്റും. ടാർഗറ്റ് ആയിട്ട് നമുക്ക് വെക്കാൻ പറ്റുന്ന ഒരു ഏരിയ എന്ന് വെച്ചാൽ ഈ ഒരു അതിന്റെ മുമ്പത്തെ ദിവസത്തെ ഒരു ലോ കൂടി നമുക്ക് ഇവിടെ കൺസിഡർ ചെയ്യാൻ പറ്റും.
സോ ഹയർ ലെവൽ നോക്കുകയാണ്. നമുക്ക് ഹയർ ലെവലിൽ മെയിൻലി ഹയർ ലെവലിൽ നമുക്ക് സപ്പോർട്ടോ റെസിസ്റ്റൻസോ ഒന്നും ഇല്ല. കാരണം ഇവിടെയുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ലൈൻ എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു സൈക്കോളജിക്കൽ ലെവൽ തന്നെയാണ്, അതായത് 26,000. സോ ഇത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മാത്രം നമുക്ക് ഹയർ ലെവലിൽ സസ്റ്റെയിൻ ചെയ്യണം. അതായത് മാർക്കറ്റ് 26,000 ബ്രേക്ക് ചെയ്ത് അവിടെ ഒരു ഹാഫ് ആൻ അവർക്ക് ട്രേഡ് ചെയ്യണമെങ്കിൽ മാത്രം നമുക്ക് ഹയർ ലെവലിൽ ട്രേഡ് നോക്കാൻ പറ്റും. ഇപ്പോൾ ഇനി അതല്ല, നാളെ മാർക്കറ്റ് നല്ലൊരു റിവേഴ്സ് ഒക്കെ തന്നിട്ട് ഒരു ബൈയിങ് സൈഡേക്കുള്ള ഇന്നത്തെ പോലെ, അതായത് മാർക്കറ്റ് ഫസ്റ്റ് ഹാഫിൽ ഒരു സെല്ലിങ് തന്ന് പിന്നെ ബൈയിങ്ങിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് അവിടെ കൺഫർമേഷൻ നോക്കിയിട്ട് ട്രേഡ് എടുക്കാൻ പറ്റും. സോ നിഫ്റ്റിയിൽ ഇതാണ് ഇന്നത്തെ ഇമ്പോർട്ടൻ്റ് ആയ ലെവൽസുകൾ. ബാങ്ക് നിഫ്റ്റിയിൽ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഇന്ന് കുറച്ച് വീക്കാണ്. ഇവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായി, ഇവിടെ ഈ ഒരു ഹൈ, ഈ ഒരു ഹൈ, ഇവിടെ ഒരു ഹൈ, ഇതൊക്കെ ഒരു ലോവർ ഹൈസ് ഉണ്ടാക്കുകയാണ്. സോ നിഫ്റ്റി കുറച്ചും കൂടി വീക്ക്നെസ് കാണിക്കുന്നുണ്ട്. സോ നാളെ ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറി ഡേ കൂടിയാണ്. അപ്പോൾ ശ്രദ്ധിച്ച് മാത്രം ട്രേഡ് എടുക്കുക. ഞാൻ പറഞ്ഞ പോലെ ഇപ്പം സ്പേക്ക് ആണ്. ഇന്ന് നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു സ്പേക്ക് കണ്ട മനസ്സിലാവും. ഇതാ ഇന്ന് നിഫ്റ്റിയുടെ എക്സ്പയറി ഡേ ആണ്. ഈ ഒരു സ്പേക്ക് വെറും 5 മിനിറ്റ് കൊണ്ടാണ് ഇത്തരം വലിയൊരു ക്യാൻഡിൽ ക്രിയേറ്റ് ആവുന്നത്. സോ ഇങ്ങനെ ക്രിയേറ്റ് ആകുമ്പോൾ ഒരുപാട് ആളുടെ SL ഒക്കെ മാർക്കറ്റിൽ ഒരുപാട് സെല്ലേഴ്സിനൊക്കെ ഭയങ്കര ലോസ് ഒക്കെ ഉണ്ടാക്കാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. സോ ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഇതൊരു റേഞ്ച് ആയിട്ട് നമുക്ക് എടുക്കാം. കാരണം ഇവിടെ അപ്പർ ലെവൽ നോക്കുകയാണെങ്കിൽ 54,200, ലോവർ ലെവൽ 53,900 ആയിട്ട് ഈ ഒരു അപ്സൈഡ് നമുക്ക് എന്തായിട്ടും അവിടെ സസ്റ്റെയിൻ ചെയ്യാനും മാത്രം നോക്കിയാൽ മതി. ലോവർ സൈഡ് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഇതേപോലെ ഓപ്പൺ ചെയ്തൊരു വീക്കായിട്ട് ഇങ്ങനെ ലോവർ ഇതിന് താഴെ, അതായത് ഈ ഒരു സിങ്ങിന്റെ താഴേക്ക് മാത്രം വന്നിട്ട് വീണ്ടും ലോവർ സൈഡിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ലോവർ സൈഡ്, അതായത് സെല്ലിംഗ് സൈഡ് ഒരു ട്രേഡ് നോക്കാൻ പറ്റും. സോ അതാണ് ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് നോക്കാനുള്ള ലെവൽസുകൾ. ഇനി നിഫ്റ്റിയിലും കൂടി നോക്കാം. നിഫ്റ്റിയും ഓൾമോസ്റ്റ് ബാങ്ക് നിഫ്റ്റിയുടെ അതേ ലെവൽ തന്നെയാണ് ഞാനിവിടെ വരച്ചു വെച്ചിട്ടുണ്ട്. അതായത് ഇവിടെ 2 പ്രാവശ്യം മാർക്കറ്റ് സപ്പോർട്ട് എടുത്തിട്ട് മാർക്കറ്റ് അപ്സൈഡിലേക്ക് പോയി, പിന്നെയും ഇവിടെ ഇങ്ങനെ ഒരു എം പാറ്റേൺ ഉണ്ടാക്കി വീണ്ടും ലോവർ ഹൈ തന്നെയാണ് ക്രിയേറ്റ് ആയിട്ടുള്ളത്. സോ നിഫ്റ്റി ഇനിയും മാർക്കറ്റിൽ ഇങ്ങനെ ഇവിടുന്ന് റിവേഴ്സൽ വരികയാണെങ്കിൽ നമുക്കൊരു സെല്ലിംഗ് സൈഡ് നോക്കാൻ പറ്റും. സോ ഹയർ ലെവലിൽ ഇതേപോലെ 25,000 എന്നുള്ള സൈക്കോളജിക്കൽ ലെവലും ഉണ്ട്. സോ അതും ടെസ്റ്റ് ചെയ്ത് സസ്റ്റെയിൻ ചെയ്യാൻ മാത്രം അങ്ങനെ ഒരു ട്രേഡ് നമുക്ക് നോക്കാം. സോ ഇതൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ലെവൽസുകൾ. സോ നാളത്തെ മാർക്കറ്റ് നോക്കി നമുക്ക് വിശദമായിട്ട് മാർക്കറ്റ് അനാലിസിസ് വീഡിയോയിൽ നോക്കാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.